ഹലോ കൂട്ടുകാരെ, വീട്ടിൽ മാങ്ങയുള്ളവരുണ്ടെങ്കിലേ ഇതുപോലത്തെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് തയ്യാറാക്കുള്ളൂ. വളരെ പെട്ടെന്നാണ്, വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ ഉപയോഗിക്കണം, അപ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം അതൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ അരച്ചെടുത്ത മാങ്ങയാണേ. മാങ്ങ ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒന്ന് ആറി വരണ്ട, ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കതിലേക്ക് നമ്മുടെ മാങ്ങ അരിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓൺ ചെയ്യുക. തീ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു കുഴഞ്ഞ പരുവത്തി വരണം കേട്ടോ. നമുക്കിങ്ങനെ കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യുക. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നല്ലൊരു കുഴഞ്ഞ പരുവായിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടാത്തൊരു പരുവം, അത് ഒന്ന് മാറ്റി വയ്ക്കുക തണുക്കാൻ വേണ്ടി. തണുക്കാൻ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ അതൊന്ന് കട്ടിയാകും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഇതുപോലെ മുക്കിയെടുക്കുക. ഇതൊന്നും മുക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് കടയിലൊക്കെ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ ചിരകിയത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടി എടുത്താൽ നല്ല ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഡിലൈറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.